പാർലർ ആഴ്ചയിലൊരിക്കൽ പോകാറുണ്ടല്ലോ? ഇല്ല. ഞാൻ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഏതോ വെളിയിലുള്ള ഏതെങ്കിലും ബ്യൂട്ടി പാർലർ പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്തും. സ്വന്തമായിട്ട് അതിന്റെ വിഷമം നിൽക്കാൻ വേണ്ടി ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ ജിത്തു ജോസ് സാറിനോട് പറഞ്ഞു സാറിന് ബ്യൂട്ടി പാർലർ കയറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്താണ്, അടുത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ പറയാ ഒരു ചേട്ടാ, അത് നമ്മള് ഫസ്റ്റ് ഹാഫ് മുഴുവനും ചേട്ടൻ്റെ കുറച്ച് മുൻപുള്ള കാലഘട്ടം, ഒരു 45-50 വയസ്സിൻ്റെ ഉള്ള ഒരു പീരീഡാണ്. അതിനുശേഷം ചേട്ടന് ഒരു 60 വയസ്സിന് മേലിലോട്ടുള്ള പീരീഡാണ് കാണിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ഒരു ലുക്ക് തോന്നത്തക്ക രീതിയിൽ എന്തൊക്കെ വേണോ അതിനു വേണ്ട ശ്രമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ശരീരം കൊണ്ടില്ല, അല്ല മനസ്സിലുണ്ടാകും. മനസ്സിലുണ്ടാകുമ്പോഴാണല്ലോ ഇത് ശരീരം ചെയ്യാൻ. വ്യായാമം അതൊക്കെ ഉണ്ടോ? ആ വ്യായാമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും വ്യായാമമൊക്കെ ചെയ്ത് മടുത്ത ഒരാളാ. പിന്നെ ഇടക്കാലം കൊണ്ട് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വരുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഇച്ചിരി വയറും ഒരു ചെറുതടിയൊക്കെ ഉള്ള ഒരു അമ്മാവനോ ഒരു ഒക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പൊ അതിനൊന്നും ഈ ചേഞ്ച് ഓവറിന്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെയാണെന്നൊരിക്കലും ചേഞ്ച് ഓവറിൽ ഒരു ചേഞ്ച് ചെയ്ത് നമ്മൾ തയ്യാറായിട്ട് വരണമെന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ഒരു 1.5 വർഷം ഞാനൊന്ന് ശ്രമിച്ച് അതൊരു അട്ടർ ഫെയിലറായി പോയൊരു സംഭവം. അത് പിന്നെ അന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല എന്നെൻ്റെ മനസ്സ് അപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കഥാപാത്രമല്ലേ, അതിനെന്തിനാ നിനക്ക് നിൻ്റെ ക്യാരക്ടറുമായിട്ട് നിൻ്റെ രൂപമായിട്ട് ആ കഥാപാത്രം ചേരുമല്ലോ, പിന്നെ നീ എന്തിനാ കൂടുതൽ അതിനകത്ത് എന്ത് അർത്ഥത്തിലാണ് ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സ് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞു എന്തിനോ വേണ്ടി ആർക്കൊക്കെ വേണ്ടിയിട്ട് ആരുടെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ശ്രമം. അതിലേറ്റവും വലിയ ഒരു അവസ്ഥ എനിക്ക് പറ്റിയത് ഞാൻ ചെയ്ത ഒരു പടത്തിൻ്റെ ബാക്കി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് എന്നെ അവർ സമ്മതിച്ചില്ല ചെയ്യാൻ. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ആ ഒരു ഇതിൻ്റെ പീക്ക് ടൈമിൽ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊരു അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതെനിക്കൊരു വലിയൊരു വിഷമമായി പോയി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എനിക്കത് പോയി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷെ ധരിച്ച് കാണുമായിരിക്കും എൻ്റെ രാഷ്ട്രീയം കൊണ്ടോ ഇല്ല ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ചേഞ്ച് ഓവറിൽ ഇരിക്കുന്ന സമയത്ത് ആ കഥാപാത്രം ഒരു പോലീസുകാരനാണ്. അത് ആ പടത്തിലും ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരനായിട്ട് എനിക്ക് താടിയും ഒക്കെ നീട്ടി എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ ചേട്ടാ ഇന്നലാണ് ഞാൻ പറഞ്ഞപ്പോൾ താടി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു താടി എടുക്കണം ചേട്ടാ, അല്ലാതെ പറ്റത്തില്ല. ഞാനവിടെ ചോദിച്ചപ്പോൾ എന്നെ അനുവദിച്ചില്ല. എനിക്ക് വലിയ വിഷമമായിപ്പോയി. പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് പോയി കളയും. അതെനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ സമയത്തും. കാരണം എൻ്റെ തൊഴിലിനോട് ഇത്രയും കാലം ഞാൻ ജീവിച്ച് പോകുന്ന സാഹചര്യം, കല കൊണ്ട് ജീവിച്ച് അല്ലെങ്കിൽ സ്റ്റേജ് കൊണ്ടോ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത് പിന്നീടാണ്, ഇപ്പോഴാണ്. അപ്പം അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഇതിൽ എൻ്റെ കഥാപാത്രങ്ങൾക്കോ എൻ്റെ വേഷങ്ങൾക്കോ വേണ്ടി എന്തും ത്യാഗവും എന്ത് ബുദ്ധിമുട്ടും സഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന അതിനു വേണ്ടി ചെയ്തിരുന്ന ഒരാൾ എൻ്റെ ആ ഒരു വേഷത്തോട് കൂടി ഞാൻ നീതി പുലർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് തീരത്തുമില്ല. ഇങ്ങനൊരു ഡാർക്ക് റിയാലിറ്റിയും കൂടി സിനിമയായിട്ട് സംബന്ധിച്ചിട്ടുണ്ടല്ലോ. നമ്മൾക്ക് ഒരുപാട് കഴിവുണ്ടാവും, അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, നമുക്കൊരു വേഷവും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരുങ്ങും, അവസാനം അതിന് ഏറ്റവും അവസാനം ഒരു ലാപ്പിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമ്മൾ ഉണ്ടാവില്ല. അതൊരു വലിയ വേദനയാണല്ലോ സത്യം പറഞ്ഞാൽ കലാകാരെ സംബന്ധിച്ചിടത്തോളം. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? അത് പിന്നെ സ്വയം പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു 2-3 സിനിമ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു സിനിമ അങ്ങനെ സംഭവിച്ചു. അത് പക്ഷേ അവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, അത് ആ സമയത്തിൻ്റെ കുറ്റമാണ്. അതാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന സിനിമകൾ, ഈവൻ എൻ്റെ ഡേറ്റ് വരെ ബ്ലോക്ക് ചെയ്ത സിനിമകൾ അവസാനം മാറിപ്പോയിട്ടുണ്ട്. ഇത് നമ്മൾ അറിയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവും. അങ്ങനെ എനിക്ക് 2 പടം പോയിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ച മൊത്തം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയോളം നിർത്താതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്തു വരും. നമ്മളെല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു തീരുമാനം ആ ഒരു ലെവലിലേക്ക് വരും. അഭിനയിക്കാനുള്ള ഡേറ്റ്സ് ഒരാഴ്ച വരും. അപ്പോൾ നമ്മൾ ആ ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഹെൽത്ത് വൈസ് നമ്മൾ ബോഡി ട്രിം ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കണമായിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് അവസാന നിമിഷത്തിൽ പടം
പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ എന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ മാറിയത് നമ്മൾ അറിഞ്ഞിട്ട് പോലും കാണത്തില്ല. ഇൻഫോം ചെയ്യാതിരിക്കുന്നുണ്ട്. ചിലർ അങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് അനുഭവം വന്നിട്ടുള്ള 2 പടത്തിന്റെ ഒരാഴ്ച മുന്നേ അവർ പറഞ്ഞു അയ്യോ സോറി കേട്ടോ, വേറെ കാര്യങ്ങളുണ്ട്, അവിടെ വേറെ ആർട്ടിസ്റ്റിനെ വെക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയാം. പിന്നെ നമുക്കിപ്പോ എന്നെ പറയണം ഞാൻ ഇവിടെ നിന്ന് കരയോ എന്നെ വിളിക്കൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇൻഫോം വരെ ചെയ്യാതിരുന്നുണ്ട്. അത് പിന്നീട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ ആ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിൽ നമ്മൾ അയച്ചു തന്ന ഡേറ്റിൽ നിന്ന് നമ്മളെ മാറ്റിയെന്ന് പോലും ചിലപ്പോൾ ഇൻഫോം ചെയ്യില്ല. ചിലവരങ്ങനെ പറയാനുള്ള ഒരു ഇത് കാണിക്കത്തില്ല. പക്ഷെ നമുക്ക് ഭാഗ്യം കൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം പ്രൊഡ്യൂസറുടെ ഭാഗത്ത് പല പല. പക്ഷെ അത് തുറന്ന് പറയണം നേരത്തെ. അത് വർക്കൗട്ട് ആവില്ല എന്നാണ് പറയുന്നതിന് എന്താ കുഴപ്പം എന്താണ്? പക്ഷെ നമ്മളതിനെ കാണുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു സാധനം. അതെ, എനിക്കുള്ളത് എനിക്ക് വരും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇതെനിക്ക് വന്നില്ലെങ്കിൽ അതെനിക്കുള്ളതല്ല, അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയൊക്കെ കുറെ പഴഞ്ചൊല്ലുകൾ ഏത് സങ്കടം ഇപ്പൊ നമ്മളെ മറ്റേ നെറ്റി അടിച്ച് പൊളിഞ്ഞു അപ്പൊ പറയാണ് ഭാഗ്യം കണ്ണി കൊള്ളേണ്ട നെറ്റി പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ പഴഞ്ചൊല്ലുള്ളതുകൊണ്ട് പ്രശ്നമല്ല. അതെന്തിനാ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇതാണത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് എനിക്ക് 17 കിലോ ഞാൻ കുറച്ചു എൻ്റെ വെയിറ്റിൽ. ഒരു കാര്യമില്ല. അവിടെയുള്ള ഡബ്ബിലുള്ള ജിമ്മിലുണ്ടായിരുന്ന സർവ്വ സാധനങ്ങളും എടുത്തിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ ഇതൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പിന്നീട് ഇത് ഓർക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്തൊരു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പ്രൊഡക്റ്റ് കണ്ടിട്ട് പിന്നെ തൃപ്തി തോന്നിയോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കാണുകയില്ല. അതെങ്ങനെ കാണും? നമുക്ക് അങ്ങനെ കാണാൻ പറ്റും? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണില്ല. അറിയോ സിനിമ അറിയോ? അല്ല അത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ എന്നെ കൃഷ്ണപ്രഭയുടെ സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ കാണില്ല. അത് കുറെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുന്നു, അതിന് ആൾക്കാരെ ഊഹിച്ചെടുത്തോളാം, ഞങ്ങൾക്കറിയില്ല. അത് വലിയൊരു സ്കെയിലിൽ വന്നൊരു വലിയ സിനിമയായിരുന്നു അത്. ഞാൻ കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പക്ഷെ എനിക്കത് വാഗ്ദാനം ചെയ്ത് തന്ന ആളിനെ ഓർമ്മ വരുന്നത്. ആളിനോട് എനിക്ക് ഒരു ഇതാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട്. അതെ അതെ, ഈ 2ാം ജീവിതത്തിന് അദ്ദേഹത്തിന് വലിയ അർത്ഥമുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ, കാരണം പിന്നെ അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്, ഘടകങ്ങൾ. ഇപ്പൊ ആക്ടേഴ്സിന് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ വരണം, അതിന് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഏരിയയും കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നെറ്റ്വർക്കിംഗ് ചെയ്യാം, പിന്നെ കാത്തിരിക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാം, അതിന് 2ാമത് പറഞ്ഞ് ബാധിപ്പെട്ടവരെ ഞങ്ങള് കാത്തിരിക്കാം. ദിനേശന് കുറെ കിട്ടുന്നുണ്ടല്ലോ. അല്ല, അതാ പറഞ്ഞ ആ കാത്തിരിപ്പിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, നെറ്റ്വർക്കിംഗ് ഇല്ല. എന്നുവെച്ചാല് നമ്മളിപ്പോ ആദ്യത്തെ ഇപ്പൊ ഞങ്ങളും മിക്കവരും, പ്രത്യേകിച്ച് ഞാനും ദിനേശനൊക്കെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചാൻസ് ചോദിച്ച് നടന്ന് സിനിമയിൽ വന്ന ആൾക്കാരാണ്. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും അതെ, എന്നാലും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ദിനേശനും ഞാനുമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ ചോദിച്ചാൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ചാൻസ് ചോദിച്ച് ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ കുറച്ച് ഡയലോഗ്സ് ഉള്ളത് കിട്ടി തുടങ്ങി, പിന്നെ 1 സീനായി 10 സീനായി അങ്ങനെയൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചിലർ ചോദിക്കും അയ്യോ 1 സീനായിട്ടും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചിലർ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നിറയെ വരട്ടെ എന്നൊക്കെ പറയണം, അങ്ങനെയല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്ന 1 സീനാണെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. 2 സീനുകൾ അതെ അതെ. എണ്ണത്തിലല്ല, നമ്മൾ 1 സീനിലാണെങ്കിലും നമ്മൾ വിളിക്കുന്നതിലും പിന്നെ പെർഫോം ചെയ്യുന്നതിലുമാണ്. ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി എന്നറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, ഇപ്പൊ നേരത്തെ കാത്തിരിക്കുകയാണ്. അതെ. പക്ഷെ ഇപ്പൊ വരുന്നതെല്ലാം ഇപ്പൊ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളതെല്ലാം ഞാൻ പോലും വിചാരിക്കാത്ത ആൾക്കാർ എന്നെ വിളിച്ചിട്ട്. പക്ഷെ ഇപ്പോ വേറെ ചില ആൾക്കാര് നമ്മളെ വിളിക്കും, ചേട്ടാ ഉഗ്രൻ ക്യാരക്ടർ ഉണ്ട് കേട്ടോ, എന്നിട്ട് അതിന്റെ സബ്ജക്റ്റും കഥയൊക്കെ പറഞ്ഞിട്ട് പറയും, ചേട്ടൻ്റെ പ്രൊഡ്യൂസർ പോലെ ഉണ്ടോ? അപ്പൊ നമ്മൾ പ്രൊഡ്യൂസറെയും കൂടി റെഡിയായി കൊടുക്കണം, എങ്കിലേ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്കാണ്. സംഘടിപ്പിച്ചു കൊടുക്കേണ്ട. അതെ, പ്രൊഡ്യൂസർ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കണം.